ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റിയാറ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പന്നിക്കറിയാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് മൂന്ന് ചേരുവകളെ ആവശ്യമുള്ളൂ: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതിന് നമ്മൾ ആവശ്യമായിട്ട് ഇറച്ചിയുള്ള പന്നിയാണ് എടുത്തിരിക്കുന്നത്. വേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, സവാള 2 നമ്മളെടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഈ 3 പൊടികളും ചേർത്ത് നമ്മൾ സൂപ്പറായിട്ട് പന്നിക്കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളവിടെ മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, സവാള ഇതെല്ലാം നമ്മൾ അരിയാൻ പോവാണ്. അപ്പോൾ നമുക്ക് അരിഞ്ഞിട്ട് വരാം. അങ്ങനെ നമ്മളെല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മൾ കുരുകുരുന്നാണ് അരിഞ്ഞിരിക്കുന്നത്. പച്ചമുളക് നമ്മൾ നീളനെ അരിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാം അരിഞ്ഞ് കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് നമുക്ക് സവാളയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മളവിടെ എടുത്ത് വെച്ചിരിക്കുന്ന പന്നിയിലിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളത് മിക്സ് ചെയ്യാനായിട്ട് ആദ്യം കുറച്ച് ഉപ്പിടുന്നു. നമ്മുടെ ആവശ്യത്തിനാണ് നമ്മൾ ഉപ്പിടുന്നത്. എന്നിട്ട് നമ്മളവിടെ മാറ്റി വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാഗ്നേറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചിക്കൻ്റെ ഫ്ലഷ് കുറച്ച് സോഫ്റ്റ് ആവുകയും ചെയ്യും. കുറച്ച് പുളിയൊക്കെ കറിയിൽ വരും. ഞങ്ങൾക്ക് പുളി അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പുളി അവോയ്ഡ് ചെയ്യണം. അത് നാരങ്ങ നീര് അവോയ്ഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ പിഴിഞ്ഞൊഴിക്കാവുന്നതാണ്. ഞങ്ങൾ എന്നിട്ട് ഇതൊരു 1 hour മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് ഒരു 1 hour ഇത് അനക്കാതെ അവിടെ വെക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ 1 hour മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാഗ്നേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി കറി വെക്കാനുള്ള ഇതിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നമ്മുടെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് വേപ്പിലിട്ട് കൊടുക്കുകയാണ്. വേപ്പിലിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ മേത്തേക്ക് എണ്ണ പറിച്ച് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷിച്ചിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ 1 hour ആയിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പന്നിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പന്നി നമ്മൾ പതിയെ ഇട്ട് കൊടുക്കുകയാണ്. കാരണം നമ്മൾ ഇടുമ്പോൾ എണ്ണ തിളച്ചിരിക്കുന്നതായതുകൊണ്ട് നമ്മുടെ മേത്ത് വീണ് നമുക്ക് പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറേശ്ശെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ഫ്രൈ എന്ന രൂപത്തിലാണ് നമ്മളിപ്പോൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുള്ളും പന്നിട്ട് കഴിഞ്ഞു. പിന്നെ നമ്മളിതൊന്ന് പതിയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളൊരു ഫ്രൈ എഫക്റ്റിലാണ് നമ്മളിതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മളവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ച് വെക്കുകയാണ്.
അപ്പോൾ നമ്മളിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇപ്പം നമ്മുടെ പഞ്ഞൊന്ന് ഹാഫ് ബോയിൽഡ് ആയിട്ടുണ്ട്. ഒന്ന് ഹാഫ് ബോയിൽ ആയതിന് ശേഷം നമ്മളിതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തേക്കും ഈ സവാള ഇതൊക്കെ ഒന്ന് ഇറങ്ങുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് കുറച്ചും കൂടി വേവാനായിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഹാഫ് ബോയിൽഡ് ആയിട്ടുണ്ട്, ശരിക്കും ഹാഫ് ബോയിൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇതിലേക്ക് നമ്മളവിടെ മാറ്റി വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാൻ പോവാണ്. നമ്മൾ സവാള ചേർത്ത് മിക്സ് ചെയ്ത് സവാള ഇട്ട് കൊടുക്കുകയാണ് ഇതിലോട്ട്. അതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മളതൊന്ന് മൂടി വെച്ച് നമ്മളൊന്ന് വേവിക്കുകയാണ്. അപ്പം നമ്മളൊന്ന് ഏകദേശം ഒന്ന് വെന്ത് മുക്കാബോളം വേവായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്നും കൂടി ജസ്റ്റ് ഒന്ന് തുറന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മളവിടെ മാറ്റി വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണിത്. അപ്പോൾ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം പതിയെ മിക്സ് ചെയ്യണം, അതല്ലെങ്കിൽ ഇതൊക്കെ തെറിച്ച് നമ്മുടെ മേത്തേക്ക് വീഴാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് എരിവിനായിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പന്നി ഏകദേശം മുക്കാൽ വേവായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്.
നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് തക്കാളി ശരിക്കും ഉടയ്ക്കുകയാണ്. ഇടയ്ക്ക് വേണമെങ്കിൽ അടച്ച് വെച്ച് ചൂടാക്കാവുന്നതാണ്. അപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. നന്നായിട്ട് നമുക്ക് തക്കാളിയൊക്കെ മിക്സായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമ്മുടെ പന്നിക്കറി ഏകദേശം റെഡി ആവാറായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് തക്കാളി വേവേണ്ട ഒരു കാര്യം കൂടി ഉള്ളൂ. അപ്പോൾ തക്കാളി വേവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പന്നിക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് നേരം കൂടി ആ തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടുന്ന നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് മസാല ഉപയോഗിച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി മാത്രം ഉപയോഗിച്ച് മാത്രം ഉണ്ടാക്കുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള പന്നിക്കറിയാണിത്. അങ്ങനെ നമ്മുടെ പന്നിക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ പന്നിക്കറി സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ വരെ സീ യു സൂൺ. ബൈ.